വേടന്റെ പാട്ട് മാത്രം, വേടന്റെ പാട്ടൊന്ന് മോശമാക്കി വേടൻ പാടൂ, വേടൻ ക്ലാസിക്കൽ സംഗീതം പാടൂ, അല്ലെങ്കിൽ വേടൻ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ക്ലാസിക്കൽ സംഗീതം എഴുതി പാടൂ, താങ്കൾ ഫ്ലോപ്പ് ആകും, താങ്കളുടെ ഈ കയ്യടികൾ നിലയ്ക്കും, താങ്കളെ ആരും താങ്കളുടെ പ്രോഗ്രാമിന് വരില്ല. അതെന്താ ചേച്ചി ഇത്ര ഇതായിട്ട് പറയുന്നേ? ക്ലാസിക്കൽ പാട്ട് പാടാൻ കഴിവില്ലാത്തവനാണ് വേടൻ എന്ന് താങ്കൾക്ക് എവിടുന്നാണ് അറിവ് കിട്ടുന്നത്? അദ്ദേഹം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് പാടിയാൽ ഇവിടെ ഭൂമി ഒന്നും തകരൂല എന്റെ പൊന്നു ചേച്ചി. ഈ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ എയറില്ല. ഈ എന്തായിരുന്നു ഒരു പേര്, ശാരിക. ശാരിക എന്ന പേരിൽ ഒരു പാട്ടുണ്ടല്ലോ, ഏതാണ്? ശാരികെ നിന്നെ കാണാൻ മേഘങ്ങൾ താഴെ വന്നു. അത് മേഘങ്ങൾ താഴെ വന്നതല്ല, ശാരിക അങ്ങ് എയറിൽ പോയതാ മേഘങ്ങളുടെ അടുത്ത് വരെ. ഓക്കെ, വേടൻ എന്ന് പറയുന്ന മനുഷ്യനെ ചൊറിഞ്ഞാലേ വ്യൂ കിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ഒരു വലതുപക്ഷ താല്പര്യം കൊണ്ടുള്ള വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും കാണാം, പറ്റുന്ന പോലെ മറുപടി കൊടുക്കാം. എന്താണ്, ഞാൻ നരിയല്ല, പുലയനല്ല, പാണനല്ല, മറ്റു പലതുമാണ്, മനിതനല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വരികളൊക്കെ ആ ഒരു സ്ട്രെസ് ചെയ്ത് പാടുമ്പോൾ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ടാണ് മലയാളികളായിട്ടുള്ള മ്യൂസിക് ലവേഴ്സ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടെ അദ്ദേഹം കലർത്തിയപ്പോഴാണ് അത് വിവാദമായി മാറിയത്. ചേച്ചി, ആ പാട്ട് ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിന്റെ മുകളിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും കാലമില്ലാത്ത വിവാദങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയത് BJP-ക്കാരാ. ആ പാട്ടിലുള്ള തമ്പുരാക്കന്മാര് ഞങ്ങളാണേ എംബ്രാ ഓ എംബ്രാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വന്ന് കരഞ്ഞു എന്നുള്ളത്. അത്രേ പറയുന്നുള്ളൂ. ഇവിടെ ആർക്കും കൊള്ളാത്തത് അവർക്ക് കൊണ്ടു, ഇപ്പോ ശാരിക മേഡത്തിനും കൊണ്ട് കൊള്ളാം. പാടുക, വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞ ദൈവികമായ ഒരു കഴിവാണ്, കലയാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത് നമുക്ക് മിനുക്കിയെടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ ചേച്ചിക്ക് ഇങ്ങനെ കുനിഷ്ട് പ്രചരിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ, അതെല്ലാവർക്കും കിട്ടാത്തൊരു കഴിവാണ്. ചേച്ചിക്ക് നന്നായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവരുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത എത്ര, ഈ അരിശം പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ അരിശം പിടിച്ചിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും ഇതായിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാത്തിനും ഒരു പുച്ഛഭാവമാണ്. അതായത് പുച്ഛഭാവത്തോടു കൂടി സംസാരിക്കുന്ന അവതാരിക. കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ അങ്ങനെ എന്ന് പറയുന്നത് നേരിട്ട് ദൈവാനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യൻ തന്നെയാണ് വേണം. പക്ഷെ അദ്ദേഹം അതിനകത്ത് മാർക്കറ്റിംഗും അതോടൊപ്പം തന്നെ ബിസിനസ്സും അതോടൊപ്പം രാഷ്ട്രീയവും കലർത്തുമ്പോൾ അതൊരു വൾഗറായി മാറും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈയടികൾ അധികം നാളെ നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. അധികം നാള് നിൽക്കൂലെന്നൊന്നും പറയില്ല എന്റെ പൊന്നു ചേച്ചിയൊക്കെ ഇനി എത്ര നാള് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം നിങ്ങളെ ഏറ്റവും കൂടുതൽ ആളുകൾ വെറുത്തുകൊണ്ടാണ് കാണുന്നത്. ഞാൻ ചെയ്ത വീഡിയോന്റെ അടിയിൽ കമന്റ് കണ്ടപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. വേടനൊന്നും ഒരു വൃത്തികേടും പറഞ്ഞിട്ടില്ല. അയാള് ഒരു തെറ്റ് ചെയ്തു, കഞ്ചാവ് വലിച്ചു, അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ചെയ്യണം മോനെ, നീ അതെന്നെ ജീവിതകാലം മുഴുവൻ ചെയ്യണം എന്ന രീതിയിലാണ് ചേച്ചിയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മളതൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് വേണ്ട, ഞാൻ പറഞ്ഞില്ല, വേടൻ തന്നെ എന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പാട്ടുകളിലൊന്നും ജാതി പറയുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കുന്നതാണ്. എൻ്റെ ഏത് പാട്ടിലാണ് ജാതി പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ ജാതി പറയുന്നില്ല, ഞാൻ ജാതിക്ക് എതിരെയാണ് ഞാൻ പറയുന്നത്. ജാതി വിറ്റ് കാശാക്കേണ്ട ആവശ്യം വേടനില്ല. അത് ചൂണ്ടിക്കാണിക്ക്. എവിടെയാണ് എൻ്റെ പൊന്നു ചേച്ചി വേടൻ ജാതി പറഞ്ഞിട്ടുള്ളത്? ജാതിക്ക് എതിരാണ്. എല്ലാവരും മനുഷ്യരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തുടർന്ന് അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല, ആളുകൾക്ക് മടുത്തുണ്ടാവും. അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തില് അദ്ദേഹം സ്വജാതിയെ ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ആദിവാസികളെ ഭക്ഷണം എടുത്തതിന്റെ പേരിൽ മധുവിനെ തല്ലിക്കൊന്ന വൃത്തികെട്ടവന്മാരുടെ നാടാണ് നമ്മുടേത്. അതിനെപ്പറ്റി ഈ പറയപ്പെടുന്ന പോലെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ കൂടെയാണ് നിന്നിരുന്നത്. അത് മലയാളികൾ ഒന്നടങ്കം ഒരു ബെഞ്ച് ഓഫ് അല്ലെങ്കിൽ ഒരു 1, 2 അല്ലെങ്കിൽ 5, 10 ആൾക്കാർ അത് ചെയ്തതിന്റെ പേരിൽ ബാക്കിയുള്ള 2.5 കോടി അല്ലെങ്കിൽ 2.25 കോടി ജനങ്ങളും മധുവിന്റെ ഒപ്പമാണ് നിന്നത്. മധുവിന്റെ ഒപ്പം തന്നെയാണ് എല്ലാവരും നിന്നത്, അതിൽ യാതൊരു തർക്കമില്ല. വേടനത് നിന്നിട്ടുണ്ട്. ചേച്ചി ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, വേടൻ അങ്ങനെ ഒരു പാട്ട് എഴുതിയില്ല എന്ന് പറയാൻ നോക്കിയപ്പോൾ അയ്യോ ഉണ്ടല്ലേ, അത് വളച്ചൊടിച്ച് ഇവിടെ എത്തിച്ചതാണ്. വേടന് അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ചേച്ചി ആദ്യം അതൊക്കെ ഒന്ന് പോയി നോക്കണേ. എന്നതിന് ശേഷം ഇപ്പൊ വീണടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ വളഞ്ഞ് അവസാനം രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നിർത്തി, അവിടെ നിൽക്കട്ടെ. ഓക്കെ, കൊള്ളാം. അടുത്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അർദ്ധനഗ്നായി കിട്ടിയിട്ട് അടിച്ചു. അവന്റെ ഭാഗത്തും തെറ്റുണ്ട്. അവൻ മദ്യപിച്ചിരുന്നു, അവൻ ഈ പറയപ്പെടുന്ന പോലെ മോശം സംസാരിച്ചു. ആ ഡ്രൈവർമാർ രണ്ടുപേരും റിമാൻഡിലാണ്. ആലപ്പുഴക്കാരനാണ് എന്റെ ഓർമ്മ. ബട്ട് ആ കുട്ടിയുടെ ഭാഗത്തും, അതായത് ഈ മദ്യപിച്ച് വന്ന ആ പയ്യന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആ ക്യാമറകൾ അല്ലെങ്കിൽ അതിനകത്ത് എടുത്ത ആ സംഭവം റെക്കോർഡിക്കലാണത്. എന്നിട്ടും ശിക്ഷ കൂടുതൽ കിട്ടിയത് അവനെ അടിച്ചവനാണ്, അല്ലെങ്കിൽ അവനെ അങ്ങനെ കെട്ടിയിട്ടവനാണ്. തീർച്ചയായും ശിക്ഷ അർഹിക്കുന്നു, അതൊരു മനുഷ്യനാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അത് കൂടുതൽ അതിനെ പ്രയോറിറ്റി കൊടുക്കുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്? അവന്റെ ജാതി കൊണ്ട് അവന്റെ ജാതി അതായത് കൊണ്ടാണ് അവന്മാരിങ്ങനെ കാണിച്ചത് നമ്മൾ ചിന്തിച്ചു അല്ലെ? അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ് ബഹുഭൂരിപക്ഷം മലയാളികൾ പ്രതികരിക്കുന്നത്. എനിക്ക് തോന്നിയില്ല. ആ ഒരു വീഡിയോക്ക് ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം അതിന്റെ സത്യാവസ്ഥ അറിയുന്നവരെ കാത്തിരുന്നു. സത്യാവസ്ഥ മനസ്സിലായപ്പോ കള്ളു കുടിച്ച് വന്ന് ഒരു വണ്ടിയുടെ മുകളിലേക്ക് കല്ലൊക്കെ എറിഞ്ഞിട്ടുണ്ട്. ഒരു നായക്കുറുക്കൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്, ജീപ്പ് ലോറിക്ക്.
അതിന് മുകളിൽ കല്ലൊക്കെ എറിഞ്ഞിട്ട് കുറച്ച് കൂതറത്തരം കാണിച്ചത് കൊണ്ടാണ് അവരെ കെട്ടിയിട്ടത്. കെട്ടിയിട്ട ആ ഒരു പ്രവൃത്തിയെ നമ്മൾ ആരും അനുകൂലിച്ചില്ല. പകരം ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് അത് ന്യൂസ് ചാനൽ ഇവിടെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു. ആ ഒരു ആളുകളെ അറസ്റ്റും ചെയ്തു. കാരണം FIR ഇട്ട് പോയി. SC/ST ആക്ട് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ജാമ്യം കിട്ടിയോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് അവര് ചെയ്തിട്ടുണ്ട്, ഇവനും ചെയ്തിട്ടുണ്ട്. ഇതില് ഇപ്പൊ ഒരു ജാതിക്കാട് ഇറക്കി അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഡയലോഗ് അടിച്ചിട്ട് ആരും വന്നിട്ടില്ല. ആകെ വന്ന് പറഞ്ഞിട്ടുള്ളത് BJP-ക്കാരും പിന്നെ കുറച്ച് ചാനൽസിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും ഇതും തമ്മിലൊക്കെ എന്താ കണക്ഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി എന്ത് പറഞ്ഞു വെക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് നമുക്കറിയാം ഈ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി DNUലൊക്കെ ജാതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ, അതായത് ആരെ ജാതിക്കാരെയാണോ ചവിട്ടുന്നത് അവരുടെ കൂടെ നിൽക്കുന്നവരാണ് മലയാളം. എന്റെ പൊന്നു ചേച്ചി കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇവിടെ ജാതികൾ തമ്മിൽ തല്ലൂടാറില്ല, ജാതി പ്രശ്നം നമ്മുടെ നാട്ടിലില്ല. ഇപ്പതാ JNUവില് ജാതി പ്രശ്നം ഉണ്ടായെന്ന് ചേച്ചി തന്നെ പറയുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് പുറത്ത് വരട്ടെ ചേച്ചി. പിന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ വന്നു കിടന്ന് അങ്ങനെ അത്രയും സപ്പോർട്ടീവായി നിൽക്കുന്ന ഈ സമൂഹത്തിൽ വന്നു കിടന്ന് ഞാൻ പറയാനല്ല ബുലയനല്ല, എന്റെ ജാതിക്കാർക്ക് ഒത്തൊരുമയില്ല, എന്റെ ജാതിയുടെ DNA ശരിയല്ല, എനിക്ക് രാമനെ അറിയില്ല എന്നൊക്കെ വേണം പറയുമ്പോൾ അതെന്തൊരു അബ്സോർഡിറ്റിയാണ്, അതെന്തൊരു സ്റ്റുപ്പിഡിറ്റിയാണ് അയാൾ പറയുന്നത്. രാമനെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരു സ്റ്റുപ്പിഡിറ്റിയും അല്ല. എനിക്ക് രാമനെ അറിയില്ല എന്ന് പറയുന്നത് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അത് പറയണമെന്നൊരു നിർബന്ധമില്ല. അത് ഒന്നാമത്തെ കാര്യം. അത് അവിടെ നിൽക്കട്ടെ. ചേച്ചി കറക്റ്റ് ആ ട്രാക്കിലാ പോണേ. ചേച്ചി എന്നല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞു JNUവില് ജാതിപരമായ പ്രശ്നം ഉണ്ടായി എന്നുള്ളത്. അത് കഴിഞ്ഞ അപ്പൊ തന്നെ അടുത്ത പറയാ ഇവിടെ ഒരു പ്രശ്നമില്ല, ജാതി പ്രശ്നമില്ല, നമ്മളെല്ലാരും ഒന്നല്ലേ എന്നുള്ളത്. എന്റെ പൊന്നു ചേച്ചിയെ മേഡം തന്നെ പറയുന്നുണ്ട് മറുപടി. ഇവിടെ പഠിച്ച് റിസർവേഷൻ ഉപയോഗിച്ച് പഠിച്ചു വരുന്ന പിള്ളേരുടെ അടുത്ത് പറയുന്നത് റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരുടെ എത്തിപ്പെട്ടതെന്നാണ്. അത് തന്നെ വലിയ ജാതിയുടെ വലിയൊരു സാധനമാണ് അത്. അപ്പൊ അതങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. ഓക്കെ, അതായത് ഇവിടെ 10% സംവരണമാണ് SC/STക്ക് ഉള്ളത്. ഇതേപോലെ തന്നെ OBCക്കും ഉണ്ട് സെയിം, അതേപോലെ തന്നെ അപ്പർ കാസ്റ്റിനുണ്ട് സെയിം. അതൊന്നും ആരും പറയില്ല. നേരെ തിരിച്ച് വിദ്യാഭ്യാസം വേണ്ട, SC/ST ആയി ജനിച്ചാൽ മതി, അവനാണ് സർക്കാർ ജോലി മുഴുവനായിട്ടുണ്ട് പൊതിഞ്ഞു കൊണ്ടുപോകണമെന്നാ പറയാ. എല്ലാവർക്കും കിട്ടുന്ന അതേ സംവരണമുള്ളൂ. ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ട് റാങ്കിലെത്തി ഒരു ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പൊ പറയും അവൻ SC/ST ആയ കാരണം സിമ്പിളായിട്ട് കയറിയതല്ലേ എന്നുള്ളത്. അവന്റെ കഷ്ടപ്പാട്, അവന്റെ പഠിപ്പ്, അതൊന്നും ആരും നോക്കൂല. അതാണ് പ്രത്യേകത. അവൻ SC/ST കോട്ടയിൽ കയറിയതാടാ, അവൻ പഠിച്ചിട്ടൊന്നല്ല. ഈ ഒരു നുണ പ്രചരിപ്പിക്കുന്നതിനാണ് ഞങ്ങൾക്ക് ദേഷ്യമുള്ളൂ. ആ ഒരു കാര്യം ചൂണ്ടി പറയുന്ന ആളുകളെ എന്റെ പൊന്നു ചേച്ചി അരിശം പിടിച്ച് ഡയലോഗ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങളത് വകവെക്കില്ല. അദ്ദേഹം പറഞ്ഞ വാക്ക് കറക്റ്റാ. ഇപ്പൊ നിങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാതി പ്രശ്നം ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അടുത്ത ക്ലിപ്പ് വരുമ്പോഴത്തേനും അതൊന്നും ഇല്ലട്ടാ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഒരു DNA ഇഷ്യൂവിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച പോകണമെന്നൊക്കെ കണ്ടു. ഈ പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ അപ്പോൾ ഈ പഠനം, വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ പൊതുജീവിതത്തിനകത്തില്ലാത്ത, പൊതുജീവിത ശൈലിക്കകത്തില്ലാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഇവിടെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സാധനമേ. അപ്പോൾ അതിൽ പറഞ്ഞൊരു വാക്ക് മാത്രം എടുത്തിട്ട് അതിനെ ഒരുപാട് ആഘോഷിക്കലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഞാൻ. ഇത് കേരളത്തിൽ പഠിച്ച് മെറിറ്റിൽ വന്നിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് പോലും റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ എത്തിയത് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിനടുത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാൻ പോണില്ല. കേട്ടില്ലേ? DNA പ്രശ്നമാണെന്ന് പറഞ്ഞു. ആ ഒരു സാധനം എടുത്തിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളും ഒറ്റപ്പെട്ട ആളുകളും, അതായത് 1-2 ആളുകളെ ചൂണ്ടിക്കാണിച്ച് പറയും ഇവരവിടെ എത്തിയില്ലേ, അവരിവിടെ എത്തിയില്ലേ എന്നുള്ളത്. SC/ST അതിൽ ജനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പട്ടിണി കിടന്നിട്ടൊക്കെ പഠിച്ച് ആ ഒരു ഉന്നതത്തിൽ എത്തുമ്പോ അപ്പൊ പറയും അതെ SC/ST സംവരണത്തിൽ വന്നതാണ്, ഓൻ പഠിച്ചിട്ടല്ല എന്നുള്ളത്. എന്റെ പൊന്നു ചേച്ചി, എന്തൊരു വാക്ക് കേൾക്കുമ്പോഴും നിങ്ങൾക്കൊരു ഇതുണ്ട്, ഒരു മോട്ടീവ് ഉണ്ട്, ഇതാണത് എന്ന് വെക്കുന്ന ഒരു സാധനം. അത് വെച്ചുകൊണ്ട് കാണല്ലേ. നിങ്ങൾ എന്തിനാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത്? ഇവിടെ കണ്ണ് തുറന്നു പിടിച്ചാൽ നിങ്ങൾക്ക് ഇരുട്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാസിസ്റ്റ് മനോഭാവത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാവും നിങ്ങൾ സംസാരിക്കേണ്ടാവുക. വേടൻ പറഞ്ഞ വാക്കുകളിൽ ഒരു തെറ്റുമില്ല. പിന്നെ വേടൻ നവോത്ഥാന പിതാവ്, നായകൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളാ, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. വേടൻ നവോത്ഥാന നായകൻ എന്നാരെ പറഞ്ഞു? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അയാൾ ചില കാര്യങ്ങൾ പറയുന്നു, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെടുന്നതിന്റെ കൂടെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ രാമന് അറിയില്ല എന്ന് പറഞ്ഞ വലിയ സംഭവം എന്ന് പറഞ്ഞേ, എനിക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പമുള്ളത്? ഇത്രേ ഉള്ളൂ. ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പല ആളുകളും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അയാളെ കൂടെ ആള് കൂടും. നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോ വേടനാണോ കൂടുതൽ കാലം നിൽക്കുക, നിങ്ങളാണോ നിൽക്കുക, നമുക്ക് നോക്കാം. അയാൾക്ക് താൻ എന്തും അറിയാം, എന്തും പറയാമെന്നൊരു ഫ്രീഡം ഈ നാട്ടിലുള്ളതുകൊണ്ടല്ലേ അയാൾ ഇതൊക്കെ വിളിച്ചു പോകുന്നത്. അത് മാത്രമാണ് എനിക്ക് വേടനുള്ള ദേഷ്യം. അത് ശരി, അയാൾക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിഞ്ഞതിനോട് മാത്രമേ ദേഷ്യമുള്ളൂ എന്നല്ലേ? കൊള്ളാം. ഇപ്പൊ പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിയെ അല്ലെങ്കിൽ തൃശ്ശൂർക്കാരത്തെ ജയിപ്പിച്ചത് അബദ്ധമായി എന്ന് അദ്ദേഹം പറയുന്നു. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ തെളിയിച്ചു അല്ലെ, അബദ്ധമായോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്നു. വേടൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്?
എന്റെ പൊന്നു ചാച്ചി, നിങ്ങൾ വിഷയങ്ങളെ വളച്ചൊടിച്ച് എവിടേക്കാ കൊണ്ടുപോണത്? അടുത്ത ജന്മത്തിൽ എനിക്ക് പൂണൂലിട്ട ഒരു നമ്പൂരി ആവണം എന്ന് പറഞ്ഞ വാക്കിനെ ജാതി ഇവിടെ ഉറക്കെ വിളിച്ചു പറയുന്ന സുരേഷ് ഗോപിയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സുരേഷ് ഗോപി ചെയ്യുന്ന നന്മകൾ മോശമാണെന്ന് വേടൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ജാതീയ ചിന്താഗതികൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം വാക്കുകൾ, അടുത്ത ജന്മത്തിൽ പൂണുട്ടം എന്താണ് ഇതാവണം അതാവണം എന്നൊക്കെ പറയുമ്പോ ആളുകളുടെ ഉള്ളിൽ ഞാൻ ജനിച്ച ഈ ഒരു ജാതി വലിയ മോശമായി പോയാ എന്നൊരു തോന്നലുണ്ടാക്കുന്നില്ലേ? അതിനെ ചൂണ്ടിക്കാണിച്ചതിനാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. സുരേഷ് ഗോപി സഹായം ചെയ്യുന്നത് അതായത് മറ്റേ നമ്മുടെ യേശുക്രിസ്തു പറയുന്ന പോലെ നിന്റെ വലതുകരം കൊണ്ട് നീ ചെയ്യുന്ന ദാനം നിന്റെ ഇടതുകരം അറിയാൻ പാടില്ല. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് യഥാർത്ഥ ദാനം എന്ന് പറയുന്നത്. അതാണ് ബുദ്ധനും ഈ പറയപ്പെടുന്ന നമ്മുടെ നവോത്ഥാന നായകന്മാരും ശ്രീനാരായണ ഗുരു ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അതൊക്കെ തന്നെയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ രഹസ്യമായിട്ടാണ് വെച്ചത്, ദാനവും മറ്റു കാര്യങ്ങളും. എന്റെ പൊന്നു ചേച്ചി, ന്യൂസ് ചാനലുകളിൽ ഞങ്ങൾ ആരും കണ്ടില്ല, ഞങ്ങൾ ആരും കേട്ടില്ല. വലത് കൈ കൊടുത്ത് ഇടത്തെ കൈ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. സുരേഷ് ഗോപി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ സഹായം ചെയ്യുന്ന ഒരൊറ്റ വ്യക്തി എനിക്കറിയുള്ളൂ, അത് നമ്മളെ മമ്മൂക്ക എന്ന് പറഞ്ഞ ആളാണ്. അത് പല ആളുകളും കുത്തിപ്പൊക്കിയിട്ടൊക്കെ വീഡിയോ ആക്കി ഇറക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യം ഇവിടെയുള്ള മുഴുവൻ ജനങ്ങൾ അറിഞ്ഞു. സോഷ്യൽ മീഡിയ ആണെങ്കിലും ന്യൂസ് ചാനലുകളാണെങ്കിലും അവരുടെ സ്വന്തം പ്രവർത്തകരാണെങ്കിലും അത് കൊട്ടിഘോഷിച്ച ആളുകളാ. എന്നിട്ട് വേടൻ എന്താ ചെയ്തെന്നുള്ളത് കൊള്ളാം ചേച്ചി, കൊള്ളാം. ആ ഒരു ക്ലിപ്പ് കേക്കട്ടെട്ടാ. പക്ഷേ വേടൻ അങ്ങനെയല്ല. വേടൻ എന്ത് ദാനമാണ് ചെയ്യുന്നത്? വേടൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് വരും തലമുറയ്ക്ക്? ചേച്ചിയാണോ വേടന്റെ PA? ചേച്ചി എന്നോട് പറഞ്ഞിട്ടാണോ ചേച്ചിയെ അതായത് ആളുകളെ സഹായിക്കാൻ പോയിട്ടുള്ളത്? അല്ലല്ലോ. വേടൻ എന്തൊക്കെ സഹായം ചെയ്തു എന്ന് അറിയില്ല, ചേച്ചിക്ക് അറിയില്ല. അപ്പൊ ആരാണ് ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയിച്ച് ചെയ്തത്, ജനങ്ങളെ മൊത്തം അറിയിച്ച് ചെയ്തത്? അത് സുരേഷ് ഗോപിയാണ്. ചേച്ചി സമ്മതിച്ചു തരാം, അംഗീകരിച്ചു തരുന്നുണ്ടല്ലോ. വേടൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ചേച്ചിക്ക് അറിയില്ല. അറിയാത്ത എന്തുകൊണ്ടാ വെച്ചാ വേടനാണ് ശരിക്കും താങ്കൾ പറഞ്ഞ ആ യേശു ക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് സംസാരിച്ചതും പ്രവർത്തിച്ചതും. അത് മനസ്സിലാക്കിയേ കൊള്ളാം. അദ്ദേഹത്തെ കഞ്ചാവിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിൽ കഞ്ചാവ് ഉപയോഗിച്ച് പിടിച്ചിട്ടില്ല. അവരെ മറ്റേ വൃത്തികെട്ട സാധനങ്ങൾ ഉപയോഗിച്ച് പിടിച്ചിട്ടില്ല. നമ്മുടെ ഈ പറയപ്പെടുന്ന EMS നമ്പൂതിരിപ്പാട് അടിയാന്മാരെന്നാണ് അറിയപ്പെടുന്ന സമൂഹത്തിൽ കൂടെ ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്തതാണ് അല്ലെ. നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലാണ്? അദ്ദേഹം ജന്മം കൊണ്ട് നമ്പൂതിരിയാണ്. പക്ഷേ അദ്ദേഹം കർമ്മം കൊണ്ട് അദ്ദേഹം അടിയാനായിട്ടാണ് ജീവിച്ചത്, അല്ലെങ്കിൽ അടിയാനെ പോലെയാണ് അവരുടെ കൂട്ടത്തിലാണ് നിന്നിരുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാട്ടിൽ വന്നു കിടന്നിട്ട് അത് മറക്കാൻ ശ്രമിച്ചിരുന്ന വിപ്ലവ വീര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ വിപ്ലവം ഉണ്ടാക്കിയത്. ആ നാട്ടിൽ വന്നു കിടന്ന് റാപ്പർ സംഗീതത്തിന്റെ പേരിൽ ജാതീയതയെ കുത്തിപ്പൊക്കുകയും എന്റെ ജാതി. ചേച്ചി തന്നെ അല്ലേ ഇപ്പൊ പറഞ്ഞേ, അതായത് നമ്പൂതിരിയായി ജനിച്ച ഒരു വ്യക്തി അടിയാളന്മാരുടെ കൂടെ കൂടി എന്നുള്ളത്. അപ്പൊ ആ വാക്കുകളെ ഇപ്പൊ ഉദാഹരണത്തിന് വെറുതെ ഇട്ട് കൊടുത്തതാണെന്ന് പറയുകയാണെങ്കിൽ പോലും അങ്ങനെ വെറുതെ ഇടാൻ പാടുമോ? നമ്പൂതിരി ഉയർന്ന കുലത്തിൽ ജനിച്ചവനായ മനുഷ്യൻ കീഴാളന്മാരുടെ കൂടെയാണ് ജീവിച്ചത്, അടിയാളന്മാരുടെ കൂടെയാണ് ജീവിച്ചത്. ചേച്ചി ഈ വാക്കുകളാണ് പ്രശ്നം, അത് മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെ ശ്രീനാരായണ ഗുരുവിനെ കഞ്ചാവില് കുടുങ്ങിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ ചരിത്ര പുരുഷന്മാരെയൊക്കെ ഈ ഒരു വിഷയത്തിൽ വേടനെ ചേർത്ത് വെച്ച് ഉപമിക്കാനും മാത്രമുള്ള ബോധം താങ്കൾക്കുള്ളൂ? ചോദിക്കുക. അടിയാളന്മാരെ കൂടെ താമസിച്ചിരുന്നു എന്നുള്ളത് കൊള്ളാം ചേച്ചി. ചേച്ചിയുടെ ഏകദേശം ഫാസിസ്റ്റ് മനോഭാവം എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കൊള്ളാം. അദ്ദേഹം അനുഭവിച്ചില്ല എന്നൊന്നും പറയത്തില്ല. അദ്ദേഹത്തിന്റെ ജാതി ആയതുകൊണ്ട് മാത്രമല്ല ഈ നമ്പൂതിരിയും നായന്മാരും ഒക്കെ പട്ടിണിയും ദാരിദ്ര്യം കിടന്ന് വളർന്നു വന്നിട്ടുണ്ട്. പഴയ കാലത്താണ് അവർ ആഠ്യന്മാരായിരുന്നു. ഇന്ന് ആഠ്യന്മാരില്ല. ഇന്ന് ക്ഷയിച്ച ഇല്ലങ്ങളാണ് കൂടുതൽ. ഞാൻ നമ്പൂതിരിയല്ല, ഞാൻ OBC ആണ്, ഞാൻ ഈഴവ സ്ത്രീയാണ്. പക്ഷെ എന്നിട്ടും ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുമല്ല. നമുക്ക് പലർക്കും പേഴ്സണലി എനിക്കറിയാം, എന്റെയൊക്കെ കൂടെ എന്റെയൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. അതായത് അമ്പലത്തിൽ നിന്ന് അഷ്ടി കിട്ടുന്ന ആ അന്നദാനം അല്ലെങ്കിൽ നേദ്യം കൊണ്ട് ജീവിച്ച പല നമ്പൂതിരി കുടുംബങ്ങളെ എനിക്കറിയാം. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാം. അവര് അടിയാന്മാരെക്കാളും കഷ്ടമായിട്ട് കഴിയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. എന്താ പൊന്നു ചാച്ചി പറയുന്നേ? വേടൻ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇവിടെ കുറെ ആളുകൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്, അവരെ അടിച്ച് ആക്ഷേപിക്കാൻ പാടില്ലെന്ന്. വേടൻ ഒരു വാക്കുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നുണ്ട് തെളിയിക്ക് ചേച്ചി തെളിയിക്ക്. തമ്പുരാനാണല്ലോ, ഒരു മുടിയുമില്ല. എന്താ തമ്പുരാൻ എന്ന് മനസ്സിലായോ ചേച്ചിക്ക്? ഓഹ്, തമ്പുരാൻ മനോഭാവത്തെ കുറിച്ച് ചേച്ചി കേട്ടിട്ടുണ്ടോ? ചേച്ചി എന്നെ പറഞ്ഞു JNU കോളേജിൽ ജാതി പ്രശ്നം ഉണ്ടായി എന്നുള്ളത്. ആ ജാതി പ്രശ്നം ഉണ്ടാക്കുന്നവനാണ് തമ്പുരാൻ മനോഭാവം ഉള്ളത്. അത് മനസ്സിലാക്കിയേക്കൊള്ളാം. അടുത്ത ജന്മത്തിൽ എനിക്ക് ഇതാവണം അതാവണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോ വേടൻ കോളനിയിലായിരുന്നു, അല്ലെങ്കിൽ വേടൻ ഇങ്ങനെ ചെയ്തു, വേടൻ ഇങ്ങനെ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതേ അവർണൻ അല്ലെങ്കിൽ സവർണൻ എന്ന് നമ്മൾ പുച്ഛിച്ച് വിളിക്കുന്ന അവരും ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ആരെയും പുച്ഛിച്ച് തള്ളിയിട്ടില്ല, ചേച്ചിയാണ് പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടാവുക. അവർണൻ സവർണൻ എന്ന ബോധവും നമ്മളുടെ കയ്യിലില്ല. അവർണ സവർണ ബോധമുള്ള കുറെ ആളുകളുണ്ട്, അവരെ ചൂണ്ടിക്കാണിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചേച്ചി ന്യൂസും കാര്യങ്ങളൊന്നും കാണാനിട്ടാ. ഇപ്പത്തെ കഴിഞ്ഞ ദിവസവും ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേരളം എന്ന് പറഞ്ഞൊരു രാജ്യമല്ല, ഇന്ത്യയുടെ ഒരു ചെറിയ സംസ്ഥാനം, ഇന്ത്യയുടെ ഒരു മൂലക്ക് എടുക്കുന്ന സംസ്ഥാനത്തെ അറ്റത്ത് എടുക്കണേ. ആ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. ഇന്നും ജാതിയുടെയും ഇതിന്റെ
അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തരംതിരിച്ച് മാറ്റുന്നുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു MLA വീഡിയോ കാണിച്ചില്ലേ, അവൻ ദളിതനാ, SC, അവനെ താഴ്ത്തി നിർത്ത്. അവൻ ക്രിസ്ത്യനാണോ, എന്നാലും താഴ്ത്തി നിർത്ത് എന്നാ പറഞ്ഞിട്ടുള്ളത്. വേർതിരിവുകൾ കാണിക്കുന്ന ഫാസിസ്റ്റ് BJP-ക്കാരുടെ കൂട്ടത്തിലാണോ ചേച്ചി, എനിക്ക് ചോദിക്കാൻ അത്രേ ഉള്ളൂ. വേടൻ എന്ത് കാണിച്ചാലും പ്രശ്നമാണെന്നുള്ളതാ. വേടൻ തന്നെ പലപ്പോഴായിട്ട് ഇതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. ഞാൻ ആരെയും തമ്മിലടിപ്പിക്കുന്നില്ല എന്റെ പൊന്നു ചേച്ചി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. കൊള്ളാം. ഓക്കെ, പണ്ട് എപ്പോഴോ, അതായത് 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനങ്ങളിലോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, പൂർണ്ണമായിട്ട് അത് ഉന്മൂലനം ചെയ്തു എന്ന് ചേച്ചി വിശ്വസിക്കുന്നത് എന്നുള്ളത്. കൊള്ളാം ചേച്ചി. ഇനി തുടർന്ന് അങ്ങോട്ട് കേൾക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇവിടെ ജാതി പ്രശ്നം ഒന്നുമില്ല എന്ന് ചേച്ചി ഫുള്ളാണ്ട് എഴുതി ഒപ്പിട്ടുണ്ട്. എന്നിട്ട് ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല ഈ നാട്ടിലിട്ടാ. ഇതേ ചേച്ചി തന്നെയാണ് പല ഉദാഹരണങ്ങൾ ഈ വീഡിയോന്റെ ഇടയിൽ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അവസാനിച്ചു പോലും. വേടന്റെ ജാതിയിൽപ്പെട്ട നന്നായിട്ട് പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എത്ര പേര് അംഗീകരിച്ചിട്ടുണ്ട്? വേടന് മാർക്കറ്റിംഗ് അറിയാം, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാം, നല്ല ഭാഷയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിച്ചത്. അദ്ദേഹത്തിന് വരികൾ അതുകൊണ്ട് താങ്കൾ ഉപയോഗിക്കും, നല്ല സ്വർഗീയമായിട്ടുള്ള കഴിവുകൾ എടുത്ത് ഉപയോഗിക്കും. അതിനൊരു ഈ നാടാണ് ജാതീയതയ്ക്കെതിരെ താങ്കളുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. താങ്കൾ ഇപ്പോൾ താങ്കൾ ബിലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഒപ്പം നിന്നത് സവർണരാണ് താങ്കളോടൊപ്പം. സവർണറിലെ നല്ല ബോധമുള്ള നേതാക്കന്മാരാണ്. ഏതൊരു സമരത്തിന്റെയും നേതാക്കന്മാരെ നോക്കി കഴിഞ്ഞാൽ അവരുടെ സവർണ ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ആ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ചത്. വൈക്കം സത്യാഗ്രഹം എടുത്താലും അയ്യങ്കാളിയുടെ എടുത്താലും എന്തെടുത്താലും ശരി, അതിനകത്ത് മുൻപന്തിൽ നിന്നിരിക്കുന്നത് ഒരു 5 പേരുണ്ടെങ്കിൽ അതിൽ 3 പേര് സവർണരായിരിക്കും. എങ്ങനെയുണ്ട് ചേച്ചിയുടെ കണ്ടെത്തല്? എന്റെ പൊന്നു ചേച്ചി, ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കി പേരിന്റെ തറ്റത്തെ വാല് കട്ട് ചെയ്ത് ഇറങ്ങി പുറപ്പെട്ടവരാണ് അവരൊക്കെ. അവരെ ഇപ്പോഴും സവർണൻ എന്നാണ് ചേച്ചി അഭിസംബോധന ചെയ്യുന്നത് എങ്കിൽ ചേച്ചിയുടെ മനസ്സിന്റെ അകത്തുള്ള ആ ഒരു ജാതീയ ചിന്ത എത്രത്തോളം ഭീകരമാണ് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കാൻ വേടനോട് അതിയായ ദേഷ്യവും വിദ്വേഷവും ഈ ചേച്ചി വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത്, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളത്. അതെന്താ ഈഴവരനെ 30 അടി മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് ചേച്ചി പറഞ്ഞത്? 30 അല്ല, 60 അടി മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത്. എന്റെ പൊന്നു ചേച്ചി ഇങ്ങനെ ചരിത്രം പറയുമ്പോൾ ആ ചരിത്രത്തിലുള്ള ആളുകളൊക്കെ BJP-ക്കാർ പറഞ്ഞ വാക്കാ അവർ സവർണരായിരുന്നു എന്നുള്ളത്. അവർ സവർണരല്ല, അവർ മനുഷ്യരായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നും മനുഷ്യന്മാര് വേണമെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിന് മുന്നിൽ ഏതെങ്കിലും ഒരു ആള് വന്ന് നിൽക്കും, ഒരു ജാതിവാലൊക്കെ ഉള്ള ആള് വന്ന് നിൽക്കും. എന്നിട്ട് അവൻ മൊത്തം പരിപാടി അവൻ നടത്തിയാട്ടാ, അവൻ അതാട്ടാ. ആ ഒരു മനോഭാവം ഇല്ലാതെ അതൊരു മനുഷ്യനാണ് എന്ന ചിന്തയാണ് ആളുകൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയും നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒപ്പം നിന്ന് ആ നാടിന്റെ സമൂഹത്തിന് മുമ്പിൽ നിന്ന് പാടുമ്പോൾ താങ്കൾ ദാരിദ്ര്യം അനുഭവിച്ചു താങ്കൾക്ക് പാടാം, താങ്കൾക്ക് ഈ പറയുന്ന പോലെ അവഗണന അനുഭവിച്ചിട്ടുണ്ടെന്നും നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് വെച്ചിട്ട് തങ്ങളുടെ ജാതി കുത്തിപ്പൊക്കി ഇന്നും ജനങ്ങൾ അതാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അതാണ് ചെയ്യുന്നത്, നിങ്ങൾ അങ്ങനെ സമർത്ഥിക്കരുത്. അങ്ങനെയാണെങ്കിൽ ദളിതരോ പറയാനോ പുലയനോ മാത്രമാണോ താങ്കളുടെ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നത്? അല്ല, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർ ജാതി ഭേദമന്യേ കേൾക്കുന്ന ഒന്നാണ് താങ്കളുടെ മ്യൂസിക്, താങ്കളുടെ പാട്ടെന്ന് പറയുന്നത്. അപ്പൊ ആ പാട്ട് അതുപോലെ ആസ്വദിക്കാൻ വരുന്നത്. അതിൽ താങ്കൾ ഏത് ജാതിയാണ്? താങ്കൾ വേടനായതുകൊണ്ടാണോ? ക്ഷമിക്കുക, താങ്കൾ പുലയനായതോ ദളിതനായതോ കൊണ്ടാണോ താങ്കൾക്ക് ഇത്രയും അധികം ജനസമ്മതി കിട്ടിയത്? ഒരിക്കലും അല്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒരു വീഡിയോ ചെയ്യണ സമയത്ത് വേടന്റെ മുഴുവൻ പ്രോഗ്രാം കാണുക. അപ്പൊ നമ്മൾ ഡാറ്റയും കാര്യങ്ങളൊക്കെ വേണം, മുഴുവൻ പ്രോഗ്രാം കാണുക. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളും കമന്റൊക്കെ ഒന്ന് വായിക്കുക. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഒന്നും അറിയാതെ വേടൻ ജാതീയമായി തമ്മിലടിപ്പുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു നുണ പ്രചരിപ്പിക്കരുത്. തീർച്ചയായിട്ടും താങ്കൾക്ക് BJP മനോഭാവം തന്നെയാണ്. അടുത്ത MLA ആവാനോ MP ആവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെങ്കിൽ അത് ആദ്യം തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്തോളാം. കാരണം ആളുകളെ നിങ്ങളെ ഈ ഒരു വീഡിയോ ഒക്കെ എങ്ങനെ പ്രതികരിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു പ്രതികരണം ആവാൻ സാധ്യത വളരെ കുറവാണ്. അത്ര അധികം ഇല്ലാവചനങ്ങൾ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് അടിച്ചിറക്കിയിട്ടുണ്ട്. കൊള്ളാം ചേച്ചി, കൊള്ളാം. അത് കഴിഞ്ഞ ദിവസം അയ്യങ്കാളിയുടെ സ്മരണ സമയത്തിന് പോയിട്ട് താങ്കൾ അവിടെ കിടന്ന് പറയുന്നത് കേട്ടു, നമ്മുടെ ജാതിക്കാർക്ക് ഒത്തൊരുമയില്ല, നമ്മുടെ ജാതി പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ ദളിതർക്ക് ഒത്തൊരുമയില്ല എന്നൊക്കെ. അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളെ കൂട്ടായ്മയാക്കി പല സർക്കാർ ജോലിക്കായാലും സമൂഹത്തിന്റെ ഏത് തുറയിലായാലും നിങ്ങളെ പൊക്കിക്കൊണ്ടുവരാനാണ് ഏത് സർക്കാർ ശ്രമിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, കോൺഗ്രസ് വന്നാലും മാർക്സിസ്റ്റ് വന്നാലും BJP വന്നാലും ഇനിയിപ്പം വേറെ ഏത് വന്നാലും അതാ ചെയ്യുക. സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചോണ്ട്. ഇന്ത്യയുടെ പ്രത്യേകത അത് തന്നെയാണ്, എത്ര അഴിമതിയാന്ന് പറഞ്ഞാലും ശരി. ഇന്ത്യയുടെ എന്ത് പ്രത്യേകത ചേച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത്? താങ്കളൊന്ന് UP-യിലും ഗുജറാത്തിലൊക്കെ ഒന്ന് പോയി വാ, മഹാരാഷ്ട്രയിലൊക്കെ ഒന്ന് പോയി വാ, ബീഹാറിലേക്കൊന്ന് പോയി വാ. അവിടെ ഇപ്പോഴും ജാതി തിരിച്ചുകൊണ്ടാ അടിയാണ്. ഒരു മതിൽ ഇപ്പുറത്തേക്ക് വന്ന അടിയാ, അമ്പലത്തിന് മുന്നിൽ പോയി നിന്ന അടിയാണ്. ചേച്ചി ഇത് മനസ്സിലാക്കണം. പ്രേമിച്ച് അങ്ങോട്ട് കല്യാണം കഴിച്ചാൽ കഴുത്തറക്കും. അമ്മാതിരി നാടാണ് അവിടെ. ഒരു ചേച്ചി ഡയലോഗ് അടിക്കുമ്പോൾ ഭയങ്കര ഓവറാട്ടോ. അത് കുറച്ച് ഓവർ ആയോടുത്തുണ്ട്. നിങ്ങളുടെ സമുദായത്തെ നിങ്ങൾ പൊക്കിക്കൊണ്ടരണം. നിങ്ങൾ എന്നുള്ള വേർതിരിവ് അവിടെ കൃത്യമായിട്ട് അവിടെ പോയിന്റ് ചെയ്ത് വെച്ചു എന്നുള്ളതാ. കേട്ടില്ലേ? NSS സംഘടനയാണ്, SNDP ഏത് സംഘടന? ചേച്ചി പറഞ്ഞ സമുദായത്തിന്റെ സംഘടന. ചേച്ചി അതിൽ ജനിച്ചു പറഞ്ഞ ആ സംഘടന. അങ്ങനെ
ഒട്ടനവധി ജാതീയ സംഘടനകളുള്ള, ജാതീയമായിട്ട് വേർതിരിവുണ്ടാക്കുന്ന മാട്രിമോണികളുള്ള നാടാണ് ഈ നാട്. ആ നാട്ടിൽ ഇരുന്നു കൊണ്ടാണ് ചേച്ചി പറയുന്നത് ദളിതരെ പൊക്കി കൊണ്ടുവരികയാണെന്നുള്ളത്. ദളിതരെ പൊക്കി കൊണ്ടുവരാനാണ് ഇവിടെ ഒരു എസ് സി ആക്ട് കൊണ്ടുവന്നെന്നുള്ള ബോധം ഉണ്ടല്ലോ. അതേപോലെ തന്നെ അങ്ങനെ സംവരണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന് എന്താണെന്ന് മനസ്സിലായില്ലേ? എന്നിട്ടും എഴുതാപ്പുറം വായിക്കുന്ന എന്റെ പൊന്നു ചേച്ചി, ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. താങ്കളുടെ ഈ രാഷ്ട്രീയം അത് താങ്കളൊന്ന് മാറ്റി ചിന്തിക്കുന്നത്. താൻ പറയുന്നത് എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ താങ്കളുടെ ജാതിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു കൂട്ടുന്നൊന്നും ശരിയാണെന്ന് താങ്കൾ സമർത്ഥിക്കാൻ പാടില്ല. ഇത്രയും ജനസമ്മതനായിട്ടുള്ള താങ്കൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്രയും ബോധമുള്ള ഒരാളാണ് താങ്കൾ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്കളാണ് ഇവിടെ കൃത്യമായിട്ട് ഒന്നും മനസ്സിലാക്കാതെ ചെയ്യുന്നത്. കൊള്ളാം. ഇങ്ങനെ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാവരെയും താങ്കൾ കുത്തി പറയുമ്പോഴാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ജനതയാണ് ഈ ദളിതം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ SC ST ആദിവാസി എന്നൊക്കെ പറയുന്നത്. അപ്പോ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്നത് എന്റെ ജാതിയെ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ജാതിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന താങ്കളാണ്, അല്ലാതെ കേരളീയരല്ല. ഈ വീഡിയോയിലൂടെ വേടനെയും അവന്റെ സമുദായത്തെയും അടിച്ച് ആക്ഷേപിച്ചത് ഞങ്ങൾ ആരല്ല, നിങ്ങളാണ്. അത് ആ കാര്യം മാത്രം എനിക്ക് ഇനിയിപ്പോ പറയാനുള്ള, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കണില്ല. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം നമുക്ക് ഇവരുടെ ആ ഒരു മനോഭാവം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ചാനലിന്റെ ആവശ്യത്തിന് ആ ചാനലിലൂടെ ദേഷ്യത്തോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ സ്വന്തം അഭിപ്രായവും അത് തന്നെയാണ്. വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ്. ഇവിടെ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ അത് എന്നും നടക്കും, അത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നൊരൊറ്റ കാര്യം പറയുന്നുള്ളൂ. അതില്ലാതാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക. വേടൻ പറയുന്ന വാക്കുകൾ എല്ലാവരും സ്വീകരിക്കുക. എന്താ പറയുന്നത്? തെറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കഞ്ചാവ് വലിക്കണം എന്നല്ല പറഞ്ഞത്, വലിക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നിമിഷം വേടനെ നമുക്കത് മറക്കാം. ഇപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞ വാക്കുകൾ ഒന്നേ ഉള്ളൂ, മനുഷ്യരാവുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.